ആശങ്ക കാരണം ഞാനിപ്പോൾ ഈ യാത്ര നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പോലീസിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. നമുക്ക് പ്രചരണം നടത്താനുള്ള സാഹചര്യം ഒരുക്കണം. അതായത് ഒരു 3 ചെറുപ്പക്കാർ ഞാനൊരാൾ സംസാരിക്കില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങളാരും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത ഫസ്റ്റ് സ്ഥലം ഏതായിരുന്നു? ആ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ ചന്തമുക്ക ആ ജംഗ്ഷനിൽ ഞങ്ങൾ നിർത്തിയിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടാണ്. അപ്പോൾ 3 ചെറുപ്പക്കാർ വന്ന് അവിടെ നിന്നിട്ട് എന്തോ തെറിയൊക്കെ പറഞ്ഞിട്ട് ഒരു റൗണ്ട് എടുത്തു, തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ പിറകിൽ നിന്ന് വന്ന് തെറി വിളിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് മുന്നിൽ പോയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പോയി. അപ്പോൾ പോകുന്ന സമയത്ത് അവർ വീണ്ടും തെറി വിളിക്കുന്നു. ഞങ്ങൾ മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും അവർ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഈ കംപ്ലീറ്റ് വണ്ടി ഓവർടേക്ക് ചെയ്ത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് തെറി വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അവർ വഴിയിലെവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിനി മുന്നോട്ട് പോയാൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവർ വഴിയിൽ നിന്നൊന്നിരിക്കട്ടെ. ഈ 2-3 തവണ ആൾക്കാർ മിണ്ടാതിരുന്നു. ഇനി ആൾക്കാർ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള കുഴപ്പമില്ല, മുന്നോട്ട് പോകാം, കുഴപ്പമില്ല. ഈ ആൾക്കാർ എന്റെ ഒരു സംശയം അവര് മുസ്ലിം സമുദായത്തിൽപ്പെടും. അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ ഇഷ്യൂവിനെ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ അല്ല, അതുകൊണ്ട് നിങ്ങളത് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻ ഞാനതൊരു സമുദായം നമ്മുടെ വണ്ടി ഞാനതൊരു സമുദായമാക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രീതിയിലാണ് പക്ഷേ ഈ 3 പേരുടെ ഒരു അവരുടെ സ്വന്തം നിലയിലുള്ള പ്രശ്നമായിരിക്കും. പുള്ളിയുടെ വണ്ടി നമ്പർ ഉണ്ട്, അവർ വന്ന വണ്ടിയുടെ നമ്പറൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്താൽ CPM കൊടിയും പിടിച്ചിട്ടുണ്ട്. ഇവിടെ കൊടി പിടിച്ച എന്താ പ്രശ്നം പറഞ്ഞ് നമ്മളോട് ഉടക്കിയതാ. കൊടി വലിച്ചൊടിച്ചാൽ മതി. CPM കൊടി പക്ഷെ ആദ്യം വന്നപ്പോ കൊടിയൊന്നും നമ്മളെ മാത്രമേ ഉള്ളായിരുന്നോ? വരുന്ന വഴിക്ക് എടുത്തതാണ്. ഇല്ല, അപ്പൊ ഈ ഇവരുടെ പോലീസിന്റെ വണ്ടി അവിടെ സൈഡിലെ ആരും മുന്നിൽ പോവരുത്. അവന്റെ പേര് സജീർ. ആയിട്ടില്ല. അവര് പോലീസ് മുന്നിൽ പോകും. എന്നാ പിന്നെ ഇത് സൈഡിലേക്ക് ഒതുക്കണം. പുള്ളിയേട്ടാ കഴിഞ്ഞ അതവര് കണ്ടു. ശരി. ഈ നമ്മുടെ കയ്യിൽ ആൾക്കാരെങ്കിലും എന്തൊക്കെ ഫോട്ടോ എടുക്കുമോ? വണ്ടി നമ്പറൊക്കെ കിട്ടി. വണ്ടി നമ്പർ ഉണ്ട് എന്നാണ് പറയുന്നത്. വണ്ടി നമ്പർ ആൾക്കാരറിയാം, ഇവിടെ ഉള്ളവർക്കറിയാം. ഒരു കാര്യം ചെയ്യും, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വാട്സാപ്പിൽ എന്തൊക്കെയുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ജയരാജ് കൈമളിന് അയച്ചു. അനുരാജിന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുത്ത് ബിജുവിന്റെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുരാജ് ആ ബൈക്ക് മാറ്റി കഴിഞ്ഞതിനായിട്ട് ഇവിടെ വെച്ചിട്ടാണ്, പള്ളിക്കൽ വെച്ചിട്ടാണ് ശോഭചേരിയുടെയും വിഷയം നടന്നത്. അതിന്റെ എമ്മാനെ